Hey everyone, welcome back. This is Nirjana here from Leo Tales. So ത്രോട്ടിന് നല്ലൊരു പണി കിട്ടിയതുകൊണ്ട് കുറേ നാളായിട്ട് ഷൂട്ടും ആൻഡ് വർക്കും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ റെസ്റ്റിലാണ്. ഫാരഞ്ചൈറ്റിസ് ആയി, പിന്നെ ലാരഞ്ചൈറ്റിസ് ആയി, ശബ്ദം പോയി, അത് കഴിഞ്ഞ് ത്രോട്ടിൽ ഇൻഫ്ലമേഷൻ വന്നു, എൻഡോസ്കോപ്പി ചെയ്തു. നല്ല രസമുള്ളൊരു കാലഘട്ടമായിരുന്നു. ജനുവരി 1 തുടങ്ങിയ കഷ്ടപ്പാടാണ്. അപ്പം അതുകൊണ്ട് കുറേ വീഡിയോസ് ഇങ്ങനെ നീക്കി വെക്കേണ്ടി വന്നു. പിന്നെ മൈക്കുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ വോളിയൂമിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സോ യാ, ദീസ് ആർ സം മേക്കപ്പ് പ്രൊഡക്ട്സ് ദാറ്റ് ഐ വോണ്ട് ടു ഷോ യു ടുഡേ. ഇതൊക്കെ ഞാൻ വാങ്ങി ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ റെഡിയാക്കി വെച്ചിരുന്നപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, കുറച്ച് സമയം എടുത്തു, എന്നാലും സാരമില്ല. ഐ ഓൾസോ ഗോട്ട് എ ന്യൂ മൈക്ക്, DJIയുടെ തന്നെ മൈക്ക് മിനി. സോ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണിത്. എന്തായാലും ഈ പ്രൊഡക്ട്സാണ് ഞാൻ ഇന്നത്തെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞാൻ എൻ്റെ ഫേസിൽ നിന്ന് ആക്ച്വലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഐലൈനർ, ബ്ലഷ്, ലിപ്സ്റ്റിക്, അങ്ങനെ ഇതെല്ലാം ന്യൂ ലോഞ്ചസുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ന്യൂ ലോഞ്ച് മേക്കപ്പ് പ്രൊഡക്ട്സാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദീസ് ആർ ഓൾ വെരി അഫോർഡബിൾ പ്രൊഡക്ട്സ് ആസ് വെൽ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ആദ്യം ട്രൈ ചെയ്തത് സ്വിസ് ബ്യൂട്ടിയുടെ ജെല്ലി വേഴ്സ് എന്ന് പറഞ്ഞ ഗ്ലോ സ്റ്റിക്കാണ്. ഇത് ബേസിക്കലി നമ്മുടെ മസ്കാര അല്ലല്ലോ, ഐഷാഡോയ്ക്ക് പകരം ഉപയോഗിക്കുന്നൊരു സാധനമാണ്. ഇപ്പം വേഗനാണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, അതുപോലെ പാരബൻ ഫ്രീയും ആണ്. ഇത് 6 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഷെയ്ഡ് നമ്പർ 5 ആണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കൂൾ ആസ് എ ജെല്ലി, സ്ട്രൈക്കിംഗ് ആസ് സ്റ്റാർലൈറ്റ്. അതായത് ഈ പൗഡേർഡ് ഐഷാഡോ ഒക്കെ ഉപയോഗിക്കാൻ അറിയാത്ത എന്നെ പോലെയുള്ള ആൾക്കാർക്ക് സ്റ്റിൽ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ കണ്ണിൻ്റെ മേലെ എന്തെങ്കിലും ഒന്ന് വേണം എന്ന് തോന്നുകയാണെങ്കിൽ അതിന് പറ്റിയൊരു പ്രോഡക്റ്റാണിത്. അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഒരു ക്യാപ്പുണ്ട്, അതിനകത്ത് വീണ്ടും ഒരു കുഞ്ഞടപ്പുണ്ട്. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ യൂസ് ഇറ്റ്. തിരിച്ചും അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ, ഒരു കൂളിംഗ്. ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ പറ്റിയത്, AC റൂമിൽ വെച്ചതിൻ്റെ ആണോ, ബട്ട് അങ്ങനെയല്ല, അതങ്ങനെ ഫോർമുല അങ്ങനെയാണ്. സോ ഒരു ബ്രഷും ഇല്ലാതെ എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഈ ബ്രഷൊക്കെ കൊണ്ടുനടന്ന് യൂസ് ചെയ്ത് കഴുകി നനച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. സോ ഐ വുഡ് റിയലി റെക്കമെൻഡ് ഇറ്റ്. എന്തായാലും എനിക്ക് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഇറ്റ് ലുക്സ് റിയലി നൈസ് ആൻഡ് വെരി കൺവീനിയൻറ്റ് ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ഇറ്റ്. സോ നെക്സ്റ്റ് വൺ ഞാൻ ട്രൈ ചെയ്തത് സോ ട്രൂ എന്നുള്ള ബ്രാൻഡിൻ്റെ ഡാർക്ക് സ്പെൽ ഐലൈനറാണ്. ഇത് ബ്ലൂ കളറല്ല, ബ്ലാക്ക് തന്നെയാണ്, ഒരു കളറിലേ ഉള്ളൂ. വാട്ടർ പ്രൂഫാണ്, മാറ്റാണ്, സ്മച്ച് പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അതൊക്കെ അടിപൊളി ക്രീംസ് ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പാക്കേജിങ് ഇസ് ക്യൂട്ട് ആൻഡ് പ്രൈസ് 180 സംതിങ് റേഞ്ചിലേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾസോ നൈസ്. ആൻഡ് ഞാൻ തലതിരിച്ചൊക്കെയാണ് ആദ്യം തുറന്നത്, എന്താണോ എന്തോ ഒരു ബോധമില്ല. 2 വട്ടം ഡിപ്പ് ചെയ്തപ്പോൾ എനിക്ക് കണ്ണിന് മേൽഭാഗത്ത് ഒരു തവണ വരയ്ക്കാനുള്ള ക്വാണ്ടിറ്റി കിട്ടി. ദിസ് ഇസ് ദ കളർ, ഇറ്റ്സ് എ വെരി നൈസ് ബ്ലാക്ക് കളർ. ആൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അതങ്ങ് മാറ്റിഫൈ ആവും ആൻഡ് ഇറ്റ് ലുക്സ് റിയലി നൈസ്. സോ യാ, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. തിൻ ലൈനായിട്ട് വരയ്ക്കാനാണെങ്കിലും, തിൻ സ്ട്രോക്സ് ആണെങ്കിലും, ഹെവി സ്ട്രോക്സ് ആണെങ്കിലും ഒക്കെ തന്നെ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്ലീക്കായിട്ടുള്ള ഒരു ഐലൈനറായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ, നല്ല തിക്കായിട്ട് വരയ്ക്കണമെങ്കിൽ അതും എന്നുവെച്ചാൽ നല്ല പ്രിസിഷൻ കിട്ടും, നമ്മുടെ കയ്യിൽ നല്ല കൺട്രോൾ നിൽക്കും. ഈ ലോങ് വാണ്ട് ആകുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. പിന്നെ ഭയങ്കര സ്റ്റിഫല്ല വാണ്ടിൻ്റെ ടിപ്പ്, അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐലൈനർ പിൽഗ്രിമിൻ്റെ ആണ്. അതുപോലെ എനിക്ക് ലാക്മേയുടെ ഐക്കോണിക്കും ഇഷ്ടമാണ്. അത് രണ്ടും കഴിഞ്ഞ് ഒരു 3rd ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ കൂട്ടാം. എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതും എന്നാൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് എളുപ്പം അങ്ങ് ഇളകി പോകുന്ന ടൈപ്പ് ഐലൈനേഴ്സാണ് ഇഷ്ടം. ഇതെന്തായാലും ആ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഐ എം വെരി ഇംപ്രസ്ഡ് വിത്ത് ഇറ്റ്. ഉറപ്പായിട്ടും റീപർച്ചേസ് ചെയ്യും. അടുത്തത്, ഇത് ഞാനൊരു ഹോപ്പില്ലാതെ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്, സ്വിസ് ബ്യൂട്ടിയുടെ ബ്രോ മാൻസ് പെൻ. എനിക്ക് ഈ ബ്രോ പ്രോഡക്ട്സ് ഒരു വല്ലാത്തൊരു വീക്ക്നെസ്സാണ്. സോ വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിനകത്ത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ചൂസ് ചെയ്തത്. ഇപ്പം ലൈറ്റ് വെയ്റ്റ് ഒരു പെന്നാണ്. ഈ അറ്റത്ത് മറ്റേ മൈക്രോ ടിപ്പ് വരുന്നതും മറ്റേ ചിസൽഡ് ടിപ്പ് അങ്ങനത്തെ കുറേ ഐബ്രോ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാനങ്ങനെ ഭയങ്കര ഇമ്പ്രസ്ഡ് ഒന്നും അല്ലായിരുന്നു. ഇതിൻ്റെ അറ്റം ഇങ്ങനെ മറ്റേ ഫോർക്കിൻ്റെ ടിപ്പ് പോലെ ആയിരിക്കുന്നത്. അപ്പം റിവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. സോ നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഭയങ്കര ഡാർക്കായിട്ടല്ല വരുന്നത്, കാരണം ഇത് ക്രീമിയും അല്ല, അല്ലെങ്കിൽ ഐബ്രോ വരച്ചതുപോലെ ഇരിക്കത്തില്ല, ശരിക്കും ഫില്ല് ചെയ്ത പോലെ ഇരിക്കും. അത് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ, ഐബ്രോ വരയ്ക്കുന്നതും ഫില്ല് ചെയ്യുന്നതും. അപ്പോൾ എനിക്കാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം ഗ്യാപ്പുണ്ട്. എന്നാൽ ഞാൻ ഫുൾ തിക്നെസ് കുറച്ച് ത്രെഡ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. അപ്പം എലികരണ്ട പോലെയാണ് എൻ്റെ പുരികം ചുമ്മാ ഇരിക്കുന്നത്. എന്തായാലും ആ കരണ്ട രീതി അങ്ങ് മാറി. സ്പൂളി ഇല്ല കേട്ടോ ഇത്. ഇപ്പം ഞാൻ വേറെ ഐബ്രോ പെൻസിലിൻ്റെ സ്പൂളി യൂസ് ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് ഇത് പെട്ടെന്ന് സെറ്റാവും. അതിന് മുന്നേ തന്നെ സ്പൂളി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മേബലിൻ്റെ ഒരു ബ്രോ ടാറ്റു ഉപയോഗിച്ചിരുന്നു. അതുപോലെയല്ല, അത്ര പെട്ടെന്ന് അങ്ങ് സ്റ്റിക്കി ആവും എന്നുള്ള നിലയിലല്ല, പക്ഷേ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, പെട്ടെന്ന് അങ്ങനെ റിമൂവായി പോകത്തില്ല. ഒരു നാച്ചുറൽ ലുക്ക് തന്നെയാണ് തരുന്നത്. അങ്ങനെ കയ്യിലോട്ടൊന്നും സ്മഡ്ജ് ചെയ്യുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. സോ
എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഡാർക്ക് ബ്രൗൺ കളറും ഒരു ഐഡിയൽ കളർ മാച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എന്തായാലും ഇത് വീണ്ടും റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ബ്രോ നല്ല നാച്ചുറൽ ലുക്കിംഗ് ആയിട്ട് ഫില്ലിംഗ് ആയിട്ടിരിക്കും. വളരെ ക്ലോസപ്പിൽ വന്നാലൊന്നും അങ്ങനെ ബ്രോ വരച്ചതായിട്ട് തോന്നത്തില്ല. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത്, എനിക്ക് PH ബേസ്ഡ് മേക്കപ്പ് പ്രൊഡക്ട്സിനോട് ഒരു പ്രത്യേക ഫാസിനേഷനാണ്. എൻ്റെ പൂച്ച കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവനോടത് ഭയങ്കര കരച്ചിലാണ്. എന്തായാലും സോ ബ്ലഷ് ബ്ലഷ് പ്ലീസ് എന്നുള്ളൊരു പ്രോഡക്റ്റ്. അപ്പോൾ ബ്ലൂ കളറാണ്, അറിയാമല്ലോ. PH ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ PH ടെമ്പറേച്ചർ അനുസരിച്ച് അത് മാറും. സോ ഇതിനകത്ത് മാക്കഡമിയ ഓയിലും ഒലിവ് ഓയിലും ഒക്കെയാണുള്ളത്. ചെറിയൊരു ഷിമ്മറി പാർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷേ അത് ശരിക്കും കാണാൻ പറ്റില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. അപ്പം കയ്യിലെടുക്കുമ്പോൾ തന്നെ വിരൽ തന്നെ നമുക്ക് ആ നിറം കാണാൻ പറ്റും. ചീക്സിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആസ് യു ക്യാൻ സീ, ഐ ലവ് ഇറ്റ്. ഭയങ്കര ഒരു നാച്ചുറൽ റെഡ് കളറാണ് കേട്ടോ. എനിക്ക് ഈ പൗഡേർഡ് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്ങനെ അപ്ലൈ ചെയ്താലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. ബട്ട് ഇതെനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഫിംഗർ ടിപ്പിലെ കളറൊന്ന്, ആ പോട്ടിൽ ബ്ലൂ കളറൊന്ന് നമ്മുടെ ചീക്സിലോട്ട് വരുമ്പോൾ ഏതാണ്ട് ഒരു റെഡിഷ് കളർ വരും. ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിട്ട്, എന്നുവെച്ചാൽ ഒരു ഡേ ടു ഡേ മേക്കപ്പിൽ ഈവൻ ഓഫീസിലൊക്കെ തന്നെ ട്രൈ ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റാണ്. ഈ ഓയിൽസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റിക്കിന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങളിപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ഗ്ലോ അത് തന്നെ തരുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഓയിലി സ്കിന്നാണ്, പക്ഷേ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. സോ ദിസ് ഇസ് ഹൗ ദ കളർ ലുക്സ് ലൈക്ക്. ആക്ച്വലി ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. പൊതുവെ PH ബേസ്ഡ് പ്രോഡക്ട്സ് കളർ പേ ഓഫ് കുറവാണ്, ബട്ട് സം പ്രോഡക്ട്സിനകത്ത് കളർ പേ ഓഫ് മതി. ഇത് ചീക്സിന് ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കാണ് തരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ എന്താണ് വള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഞാനിത് ഷൂട്ട് ചെയ്തത് കൂടുതൽ ഇംഗ്ലീഷിലാണ്, എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ ഇടാൻ വേണ്ടി. റീഷൂട്ട് ചെയ്യാനായിട്ട് വയ്യാതിരുന്നതുകൊണ്ടാണ് ഞാനിപ്പം സൗണ്ട് കൊടുക്കുന്നത്. ബട്ട് ഐ ഹോപ്പ് യു ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ബൈ വാവിൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാനങ്ങ് പിക്ക് ചെയ്തു. ലിപ് ഡ്യൂ പോർഷൻ. ഈ പാക്കേജിങ് ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഇതൊരു ചില ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെയൊക്കെ പാക്കേജിങ് ഉണ്ട്. ഭയങ്കര സ്റ്റിഫായിട്ടുള്ളൊരു ഒരു പ്ലാസ്റ്റിക് പോലെ അല്ല കേട്ടോ ഇരിക്കുന്നത്. ഭയങ്കര സ്റ്റിഫായിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. ബട്ട് ദാറ്റ്സ് ഓക്കെ, വലിയ കുഴപ്പമില്ല. സോ ലിപ്പിൻ്റെ ടെക്സ്ചർ മാറ്റും എന്നൊക്കെയാണ് പറഞ്ഞാവുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും 3-4 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്ലൈ ചെയ്യുമ്പം നല്ല കംഫർട്ടബിളാണ്. ഞാൻ എപ്പോഴും ലിപ്സിൽ ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. കാരണം അല്ലെങ്കിൽ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്, റിങ്കിൾസ് ഉണ്ട്. പക്ഷേ ലിപ് ബാം ഇട്ട് കഴിഞ്ഞ് അപ്ലൈ ചെയ്തപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. ആസ് യു ക്യാൻ സീ, ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും ഭയങ്കരമായിട്ട് ഇണങ്ങുന്ന ഒരു സേഫായിട്ടുള്ള ഒരു ഫ്ലാറ്ററിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഒരു പാർട്ടി വെയർ ഷെയ്ഡായിട്ടാണ് കുറച്ചും കൂടെ പ്രിഫറബിൾ എന്ന് എനിക്ക് തോന്നുന്നു, റാദർ ദാൻ എ ഡെയിലി വെയർ ഓർ ഓഫീസ് വെയർ കൈൻഡ് ഓഫ് ഷെയ്ഡ്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. വെരി കംഫർട്ടബിൾ ഫോർമുല ഓൺ ദ ലിപ്സ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് സ്വിസ് ബ്യൂട്ടിയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഞാൻ സ്ട്രോപ്പ് ക്രീമിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഞാൻ പിന്നെയും വന്നത്. ഷെയ്ഡ് നമ്പർ 2 ആണ് ഞാനിവിടെ പിക്ക് ചെയ്തത്. സ്ട്രോപ്പ് ക്രീം അറിയാമല്ലോ, മൊത്തത്തിലൊരു ഗ്ലോ തരും. എന്നാൽ ഹൈലൈറ്റർ പോലെയല്ല. വേണമെങ്കിൽ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ചിക്സിലോ നോസ് ഏരിയയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ ഒരു ഗോൾഡൻ സിൽവറിഷ് ഗോൾഡനിഷ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ദി അതർ വൺ ഇസ് മോർ പിങ്കിഷ്. അത് ഞാൻ എടുത്തില്ല. സോ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ ആണ് തരുന്നത്. ഇതും കൊണ്ടു നടന്ന് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഫുൾ ഫേസിന് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ടിപ്പിക്കൽ ഹൈലൈറ്റർ ഇടുന്ന പോലെ തന്നെ എൻ്റെ ചീക്സിലും പിന്നെ ഞാൻ കുറച്ച് മൂക്കിലും അപ്ലൈ ചെയ്ത് നോക്കി. എനിക്കിഷ്ടപ്പെട്ടു. കണ്ടോ, അത് ഗ്ലോ ഇസ് ദെയർ. ആൻഡ് മൂക്കിലും അതുപോലെ ചിന്നിൻ്റെ ആ പോയിന്റിലൊക്കെ അങ്ങനെയൊക്കെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പുരുകത്തിന് താഴെയൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പം എവിടെയൊക്കെ നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. എനിക്ക് എന്തായാലും എൻ്റെ നാച്ചുറൽ ലുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. യൂസ് ചെയ്യാനും വളരെ ഈസിയാണ്, സ്റ്റിക്കിയല്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവും. ആൻഡ് ഇറ്റ്സ് വെരി കാഷ്വൽ ആൻഡ് ഗുഡ് ഇൻഗ്രീഡിയൻസ് ഓൾസോ. ഹോഹോബ ഓയിലൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് വൺ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസും തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. നമുക്ക് ഈ മാസം എന്തായാലും സ്കിൻ കെയർ റിവ്യൂ ഉണ്ട്. ഐ എം ഓൾസോ പ്ലാനിങ് ടു ഡു എ ബാഗ് റിവ്യൂ. ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ്. സോ അതാണ് ഈ മാസത്തെ പ്ലാൻ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. സോ വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.